ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് രഞ്ജിത്താണ്, 3 പെഡൽസ് ഡീറ്റെയിലിംഗ്. ഈ ഫ്രോങ്സ് കോട്ടിങ് കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഷൈനിങ് ഉണ്ട്. ഇതിൽ ഏത് കോട്ടിങ് ഉപയോഗിച്ച് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാണണേ. നമ്മുടെ പയ്യന്മാരെ കോട്ടിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ക്ലീനിങ്ങിലാണ്. അതിൽ പൊടിയോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റായ മൈക്രോ ഫൈബർ ടവലാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ കാറിന്റെ ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡീപ് ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു ഫ്രഷ് ലുക്ക് വന്നിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഫൈനൽ ടച്ചസ് നടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വാഷിംഗ് സെക്ഷനിൽ പോയിട്ട് വരാം. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വാഷിങ്ങിന്. കുറച്ച് കാറുകൾ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് കാറുകൾ അത് വാഷിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഫ്രോങ്സിന്റെ ഫൈനൽ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് വണ്ടി ഡെലിവറിക്ക് റെഡിയായി. അപ്പോൾ നമുക്കിതൊന്ന് അതിനെ കവർ ചെയ്തിടാം. ഇങ്ങനെ വണ്ടി മൂടിയിടുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇനി വണ്ടിയുടെ മുകളിലൊട്ടും പൊടിയാവില്ല. അതേപോലെ തന്നെ കസ്റ്റമർ വണ്ടി ഡെലിവറി എടുക്കാൻ വരുന്ന സമയത്ത് ഇതിന്റെ റിവീലിങ്ങും അതേപോലെ തന്നെ വണ്ടിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനും കസ്റ്റമർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഡയമണ്ട് പ്രോടെക്കിന്റെ Pro 36 എന്നുള്ള നാനോ ഡയമണ്ട് കോട്ടിംഗ് ആണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു എക്സലന്റ് കോട്ടിംഗ് ആണിത്. ഫ്രോങ്സിന്റെ കസ്റ്റമേഴ്സ് എത്തി, വണ്ടിയുടെ റിവീലിംഗും കഴിഞ്ഞു. ഞങ്ങളുടെ മാനേജർ കസ്റ്റമേഴ്സിന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പം ഈ കോട്ടിങ്ങിന്റെ വാറന്റിയെ കുറിച്ചും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു എവരിവൺ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.